ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ പലരും നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. വായിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയിൽ സൂക്ഷിക്കാം എന്ന വിഷയം. ഈ വീഡിയോയിൽ വെറുതെ കുറച്ച് ടിപ്പുകൾ പറയുന്നതിന് പകരം ഈ ഒരു പ്രശ്നത്തിലുള്ള ഒരു സമ്പൂർണ്ണ പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്. ഒന്നാമതായി, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഠന രീതികൾ, അതായത് ഹൈലൈറ്റ് ചെയ്യുന്നതും വീണ്ടും വീണ്ടും വായിക്കുന്നതും എന്തുകൊണ്ടാണ് ഫലപ്രദമല്ലാത്തത്. രണ്ടാമതായി, വായിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ ആഴത്തിൽ പതിയാൻ സഹായിക്കുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്കുകളായ ആക്റ്റീവ് റീകോൾ, സ്പേസ്ഡ് റെപ്പറ്റീഷൻ. മൂന്നാമതായി, ഒരാശയം വെറുതെ ഓർക്കുന്നതിനപ്പുറം അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഫൈൻമാൻ ടെക്നിക്ക്. അവസാനമായി, ഈ പഠന രീതികളെല്ലാം ചേർത്ത് നമ്മുടെ അറിവുകളെ ഒരുമിപ്പിച്ച് ചിന്തിക്കാനും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്ന രണ്ടാമതൊരു തലച്ചോറ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചും നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. അപ്പോൾ ഈ ചാനലിലിടുന്ന വീഡിയോസിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യമേ ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് പറയണമെന്നൊരു സജഷൻ ബീയിങ് ഹ്യൂബൻ എന്ന് പറയുന്ന ഒരു ഹാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിരുന്നു. താങ്ക് യു ഫോർ ദ സജഷൻ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ നല്ലൊരു പുസ്തകം വായിച്ചു തീർക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ നിറയെ പുതിയ ചിന്തകളായിരിക്കും. ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിയതുപോലെ തോന്നും. സന്തോഷത്തോടെ ആ പുസ്തകം ഷെൽഫിൽ വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കൊള്ളാം, ഇതൊരു രക്ഷയുമില്ലാത്ത പുസ്തകമായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളോട് ഈ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഉത്തരം മുട്ടി നിൽക്കും. ഞാനിതിനെ ബുക്ക് ഹാങ് ഓവർ എന്നാണ് പറയുന്നത്. അതായത്, എന്തോ വലിയ കാര്യങ്ങൾ പഠിച്ചു എന്നൊരു തോന്നൽ. ഓർമ്മയുണ്ടാകും, പക്ഷേ അതിലെ പ്രധാന ആശയങ്ങൾ, മാത്തമാറ്റിക്സുകൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കഥാപാത്രങ്ങൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഓർഡറുകൾ, അങ്ങനെ പലതും നമ്മൾ മറന്നുപോയി കാണും. അത് ഫിക്ഷൻ ആയാലും നോൺ ഫിക്ഷൻ ആയാലും അങ്ങനെ തന്നെയാണ്. ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ സ്വപ്നങ്ങൾ മറന്നു പോകുന്നത് പോലെയാണ് വായിച്ചു തീർത്ത നല്ലൊരു ബുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത്. പഠിക്കുമ്പോൾ കട്ടിയുള്ള പുസ്തകങ്ങൾ മണിക്കൂറുകളോളം ഞാൻ വായിക്കുമായിരുന്നു. പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യും, അടിവരയിടും. ചിലപ്പോൾ ഒരേ ഭാഗം തന്നെ കണ്ണ് കഴിക്കുന്നത് വരെ വീണ്ടും വീണ്ടും വായിക്കും. ഒരുപാട് സമയം കളഞ്ഞിട്ടും പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഓട്ടപാത്രത്തിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു അത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം കയ്യിൽ മിച്ചം വരുന്നത് എന്താ? ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള വളരെ നേർത്ത ഓർമ്മ മാത്രം. ഈ ഒരു നിരാശയാണ് എന്നെ പഠനത്തെക്കുറിച്ചും ഓർമ്മയെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. എങ്ങനെയാണ് നമ്മുടെ തലച്ചോറ് കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുന്നതെന്നും വലിയ ചിന്തകരും എഴുത്തുകാരും എങ്ങനെയാണ് അറിവ് നേടുന്നതെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. ആ യാത്രയിൽ ചില കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ വായനയോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറി മറിഞ്ഞു. നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നത് ഒരു വലിയ കഴിവോ ഭാഗ്യമോ ഒന്നുമല്ല. അതൊരു സ്കില്ലാണ്. ആർക്കും പഠിച്ചെടുക്കാവുന്ന ഒരു സ്കിൽ. അതിന് സഹായിക്കുന്ന ചില വഴികളും ടെക്നിക്കുകളും ഉണ്ട്. ആദ്യം നമ്മൾ സാധാരണ പിന്തുടരുന്ന തെറ്റായ രീതി എന്താണെന്ന് നോക്കാം. ആ രീതി നമുക്ക് എന്തുകൊണ്ട് ശരിയായി തോന്നുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം. വായനയിൽ വരുത്തുന്ന വലിയ തെറ്റെന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം വായിച്ച് നല്ല പരിചയം തോന്നുമ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ഇതിനെ സൈക്കോളജിസ്റ്റുകൾ പൊതുവെ വിളിക്കുന്നത് ഇല്യൂഷൻ ഓഫ് ഫ്ലുവൻസി എന്നാണ്. അതായത്, നമ്മളൊക്കെ സാധാരണയായി പഠിക്കുന്ന രീതി ഒന്ന് ഓർത്തു നോക്കുക. പുസ്തകം തുറന്നു വയ്ക്കുന്നു, ഇഷ്ടമുള്ള നിറത്തിലുള്ള ഹൈലൈറ്റർ എടുത്ത് ചിലപ്പോൾ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന വരികൾ അടയാളപ്പെടുത്തും, ഇല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യും, വിരലോടിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തോന്നും. എന്തോ നമ്മൾ വലിയൊരു കാര്യം കവർ ചെയ്തു, അത് നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നു എന്ന് തോന്നും. അല്ലെങ്കിൽ ഒരേ ഭാഗം തന്നെ നമ്മളിങ്ങനെ വിരൽ വെച്ച് വീണ്ടും വീണ്ടും പലതവണ വായിക്കും. ഓരോ തവണ വായിക്കുമ്പോഴും നമുക്ക് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ എളുപ്പമുള്ളതായിട്ട് തോന്നും. വാക്കുകൾ വേഗത്തിൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കരുതും, ആഹാ, എനിക്കിത് ഇത്ര പെട്ടെന്ന് മനസ്സിലായല്ലേ. പക്ഷേ ഇവിടെ നമ്മുടെ തലച്ചോറ് നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിക്കുകയാണ്. പുസ്തകത്തിലെ വരികൾ തിരിച്ചറിയാനാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാതെ അതിനടിയിലുള്ള ആശയങ്ങൾ ഓർത്തു വയ്ക്കാനല്ല. ഒരാളുടെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്നതും അയാളുടെ മുഖം നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഓർത്തെടുത്ത് വരയ്ക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഒന്ന് കണ്ടു പരിചയം, മറ്റേത് ഓർത്തെടുക്കാനുള്ള കഴിവ്. മേക്ക് ഇറ്റ് സ്റ്റിക്ക് എന്നൊരു ഗംഭീരമായ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹൈലൈറ്റ് ചെയ്യുന്നതും അടിവരയിടുന്നതും വീണ്ടും വീണ്ടും വായിക്കുന്നതും വലിയ പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. മാത്രമല്ല, അത് നമ്മളെ വഴിതെറ്റിക്കുകയും ചെയ്യും. നമ്മളെല്ലാം പഠിച്ചു എന്നൊരു തെറ്റായ ആത്മവിശ്വാസം നമുക്ക് തരും. പക്ഷേ പുസ്തകം അടച്ചു വയ്ക്കുന്ന നിമിഷം ആ അറിവെല്ലാം പെട്ടെന്ന് ആവിയായിട്ട് പോകും. അതുകൊണ്ടാണ് ഒരു അധ്യായം മുഴുവൻ വായിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ നമുക്ക് പറ്റാത്തത്, അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തത്. ആ അറിവ് നമ്മുടെ തലച്ചോറിൽ കയറിയിട്ടില്ല. കാരണം നമ്മൾ തലച്ചോറിന് ഒരു പണിയും കൊടുത്തിട്ടില്ല. എളുപ്പത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും വേഗത്തിൽ മറന്നു പോകാനാണ് സാധ്യത. ശരിക്കുള്ള പഠനത്തിന് അല്പം പ്രയാസം വേണം, കുറച്ചൊന്ന് കഷ്ടപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ യാത്രയിലെ ആദ്യത്തെ പടി, ഒരു കാര്യം വായിക്കുമ്പോൾ എളുപ്പമായി തോന്നിയാൽ അത് പഠിച്ചു എന്ന് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. വെറുതെ വായിച്ചു വിടുന്ന രീതി നിർത്തി തലച്ചോറിന് ജോലി കൊടുക്കുന്ന വഴികൾ നമ്മൾ സ്വീകരിക്കണം. ഇതാണ് നമ്മളെ ഫലപ്രദമായ പഠനത്തിലേക്ക് നയിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആക്റ്റീവ് റീകോളിനെ കുറിച്ചാണ്.
ഒരു പുസ്തകത്തിൽ നോക്കി വെറുതെ വായിക്കുന്നതിന് പകരം വായിച്ചു കഴിഞ്ഞ് പുസ്തകം അടച്ചു വെച്ചിട്ട് അത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അതൊരു എക്സർസൈസ് പോലെയാണ്. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തൊരു വാചകം മാത്രം വീണ്ടും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭാരമൊന്നും എടുക്കാതെ വെറുതെ ഇരിക്കുന്നത് പോലെ തോന്നും. എന്നാൽ ആ വാചകം നോക്കാതെ മനസ്സിൽ നിന്ന് അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്ക്. നിങ്ങൾ തലച്ചോറിനൊരു എക്സർസൈസ് കൊടുക്കുകയാണ്. അതുവഴി തലച്ചോറിലെ ആ ഓർമ്മ കൂടുതൽ സ്ട്രോങ് ആവും. ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. 2006 നടന്ന ഒരു പ്രശസ്തമായ പഠനത്തിൽ കുറച്ച് വിദ്യാർത്ഥികളെ 2 ഗ്രൂപ്പായി തിരിച്ചു. ഒരു ഗ്രൂപ്പ് ഒരു പാഠം 4 തവണ വായിച്ചു. രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരു തവണ വായിക്കുകയും പിന്നീട് പലതവണ അത് അടച്ചു വെച്ചിട്ട് ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കിയപ്പോൾ സ്വയം പഠിച്ച് വീണ്ടും പറയാൻ നോക്കിയവരാണ് കൂടുതൽ കാര്യങ്ങൾ ഓർത്തു വെച്ചത്. വെറുതെ വായിച്ചു കൊണ്ടിരുന്നവർ ഭൂരിഭാഗം കാര്യങ്ങളും മറന്നുപോയിരുന്നു. ഓരോ തവണ നിങ്ങൾ തലച്ചോറിൽ നിന്ന് ഓർമ്മ പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ തലച്ചോറിനൊരു സിഗ്നൽ കൊടുക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് ഓർമ്മയിൽ സൂക്ഷിക്കണം. ഓർത്തെടുക്കാനുള്ള പ്രയാസമാണ് ആ അറിവിനെ നമ്മുടെ തലച്ചോറിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഇതെങ്ങനെ നമുക്ക് വായനയിൽ ഉപയോഗിക്കാം? വളരെ ലളിതമായ ചില വഴികളുണ്ട്. ഒന്നാമതായി, ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം അടച്ചു വെക്കുക. എന്നിട്ടൊരു പേപ്പർ എടുത്ത് നിങ്ങൾ ഓർക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ എഴുതുക. ഏതൊക്കെ ആശയങ്ങളാണ് ഓർമ്മ വരുന്നത്, ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം എഴുതാം. ഓർമ്മയിലുള്ളതെല്ലാം എഴുതി കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ വായിച്ച പുസ്തകം തുറന്നു നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, നിങ്ങൾ എന്തൊക്കെയാണ് സത്യത്തിൽ മറന്നുപോയതെന്ന്. ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ വ്യക്തമാവുകയും ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ കൂടുതൽ ഉറച്ചിരിക്കുകയും ചെയ്യും. രണ്ടാമതായി, നോട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഉത്തരങ്ങൾ എഴുതുന്നതിന് പകരം ചോദ്യങ്ങളായിട്ട് എഴുതുക. പിന്നീട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റും. മൂന്നാമതായി, നിങ്ങൾ പഠിച്ച ഒരു കാര്യം മറ്റൊരാൾക്ക്, അത് സുഹൃത്തുക്കൾക്കാകാം, വീട്ടുകാർക്കാകാം, ആർക്കെങ്കിലും വിശദീകരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കൊരാശയം ലളിതമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്യുന്ന പല സമയത്ത് റീടേക്ക് എടുക്കാറുണ്ട്. അതിൻ്റെ റീസൺ, ചില സമയങ്ങളിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എനിക്കൊരിക്കലും ക്യാമറയിൽ നോക്കി എൻ്റെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. സോ ആക്റ്റീവ് റീകോൾ വായനയെ ഒരു കൺസ്ട്രക്ഷൻ വർക്കാക്കിയാണ് മാറ്റുന്നത്. എന്നാൽ നിങ്ങൾ വായിക്കുന്ന ഓരോ കാര്യത്തിലും ഇത് ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മുടെ അടുത്ത തത്വം വരുന്നത്. പണ്ട് ഹെർമൻ എബിൻഗോസ് എന്നൊരു സൈക്കോളജിസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മറന്നു പോകുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ളൊരു റിസർച്ച് നടത്തി. അദ്ദേഹം കണ്ടെത്തിയ കാര്യത്തെ ദ ഫോർഗെറ്റിംഗ് കർവ് അഥവാ മറവിയുടെ രേഖ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് നമ്മളൊരു കാര്യം പഠിച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ അതിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ മറന്നുപോകും. പിന്നീട് പതിയെ പതിയെ മറവിയുടെ വേഗത കുറയും. ഇത് നമ്മുടെ തലച്ചോറ് ആവശ്യമില്ലാത്ത വിവരങ്ങൾ ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്നാൽ ഈ മറവിയെ തോൽപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ഒരു കാര്യം നമ്മൾ മറന്നു തുടങ്ങുന്ന എക്സാക്റ്റ് മൊമെൻറ്റിൽ അതൊന്നുകൂടി വായിച്ചു നോക്കിയാൽ, ഒന്നുകൂടി നോക്കിയാൽ അത് കുറച്ചുകൂടി കാലം നിലനിൽക്കും. ഓരോ തവണ ഇങ്ങനെ ചെയ്യുമ്പോഴും ആ ഓർമ്മയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത്, അതായത് ഇടവിട്ടിടവിട്ടുള്ള ആവർത്തനം. ഇതിനായി നമ്മളെ സഹായിക്കുന്ന ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരുന്ന വീഡിയോസുകളിൽ പിന്നെ ചെയ്യാം. അതൊക്കെ കൂടുതൽ റിസർച്ച് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് വരുന്ന ചില സബ് ടോപ്പിക്കുകൾ ഇതിനേക്കാൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു കാര്യം അത് നമ്മൾ ഓർത്തു വെച്ചാൽ മാത്രം പോരാ, അത് ആഴത്തിൽ മനസ്സിലാക്കുകയും വേണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വഴിയാണ് ദ ഫെയ്ൻമാൻ ടെക്നിക്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഫൈൻമാൻ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് പൊതുവെ ഫെയ്ൻമാൻ ടെക്നിക് എന്ന് വിളിക്കുന്നത്. ഇതിന് 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമതായി, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആശയം തിരഞ്ഞെടുത്ത് അതിനെക്കുറിച്ച് വായിക്കുക. ഫൈൻ. രണ്ടാമതായിട്ട്, പുസ്തകം അടച്ചു വെച്ച് ആ ആശയം ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്നത് പോലെ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാൻ ശ്രമിക്കുക. പുസ്തകത്തിലെ ഭയങ്കര വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. സാധാരണക്കാരൻ്റെ സംസാര ഭാഷയിൽ സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ അതിൻ്റെ അർത്ഥം ആ പറഞ്ഞു വരുന്ന ഭാഗം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഉടൻ തന്നെ അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിലേക്ക് തിരികെ പോയി ആ ഭാഗം ഒന്നുകൂടി വായിച്ചിട്ട് സംശയം തീർക്കുക. നാലാമതായി, നിങ്ങളുടെ വിശദീകരണം വീണ്ടും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇത് വളരെ ലളിതവും വ്യക്തവുമാവുന്നതുവരെ വീണ്ടും മാറ്റി എഴുതേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ആശയം കാണാതെ പഠിക്കുകയല്ല ചെയ്യുന്നത്, അതിന് നിങ്ങൾ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിന് എപ്പോഴും ഒരേ കാര്യം ചെയ്യാൻ നല്ല മടിയുണ്ട്. അതുകൊണ്ട് ഒരേ വിഷയം തന്നെ ഒരുപാട് നേരം പഠിക്കുന്നതിന് പകരം പല വിഷയങ്ങൾ ഇടകലർത്തി പഠിക്കുക. ഇത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ മൾട്ടി ടാസ്കിംഗ് അല്ല, ഇതൊരു സ്റ്റഡി ടെക്നിക്കാണ്. ടാസ്ക് അല്ല, നമ്മൾ പഠിക്കുകയാണ്. സോ ഇത്തരത്തിൽ ഇടകലർത്തി പഠിക്കുന്നതിനെയാണ് ഇൻ്റർലീവിങ് എന്ന് പറയുന്നത്. ഇത് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും കുറേ നാൾ നമ്മളിതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെമ്മറി നിലനിർത്താൻ ഇത് സഹായിക്കും.
പല വിഷയങ്ങൾ ഇടകലർത്തി പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഓരോ തവണയും പുതിയ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ മടി മാറും, അപ്പോൾ കൂടുതൽ ഫ്രഷ് ആവും. അപ്പോൾ ഇത് തലച്ചോറിന് ഒരു എക്സർസൈസാണ്. വായനയിൽ ഇത് ചെയ്യാൻ ഒരേ സമയം പല വിഷയങ്ങളിലുള്ള 1-2 പുസ്തകങ്ങൾ തുറന്നു വെച്ച് ഇടവിട്ട് വായിക്കാൻ ശ്രമിക്കണം. പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന വീഡിയോസുകളിൽ പറയും. നമ്മൾ പുതിയതായി പഠിക്കുന്ന ഒരു കാര്യത്തിന് നമുക്ക് നിലവിൽ അറിയാവുന്ന കാര്യങ്ങളുമായി എത്രത്തോളം ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം ഓർമ്മ ശക്തമാകും. ഇതിനെയാണ് എലാബൊറേഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വാക്ക് കേട്ടിട്ടില്ലേ? ഒരു പുതിയ ആശയം വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ, ഇതെൻ്റെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഉദാഹരണത്തിന് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് JR സ്റ്റുഡിയോയിൽ സയൻസ് വീഡിയോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വിഷയത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ചോദിക്കുന്നത് 5W1H ആണ്. വാട്ട്, വിച്ച്, വെന്ന്, വേർ, ഹു, ഹൗ. ഇത്തരം കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കും, പിന്നെ ഓരോന്നായിട്ട് എലാബറേറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് ഓരോന്നിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. സ്വന്തമായി ഉദാഹരണങ്ങളും ഉപമകളും കണ്ടെത്താൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ വിവരങ്ങൾ ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പകരം നമ്മൾ നമ്മുടെ അറിവിൻ്റെ ഭാഗമായിട്ട് അതിനെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് ആശയങ്ങൾ അല്ലാതെ കിട്ടാറുണ്ട്. അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ എല്ലാം നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലൊരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അത് കുറിച്ചെടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട് ടേക്കിംഗ് സംവിധാനമോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നോട്ട്സ് എഴുതാൻ സഹായിക്കുന്ന എനി നോട്ടുകൾ പോലെയുള്ള ആപ്ലിക്കേഷൻസോ ഒക്കെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ തലച്ചോറിനെ കൂടുതൽ ഈസാക്കും. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ തലച്ചോറ് ചിന്തിക്കാനുള്ളതാണ്, ഒരുപാട് ഓർമ്മകൾ സൂക്ഷിക്കാനുള്ളതല്ല. പണ്ട് ടച്ച് ഫോണും കോൺടാക്റ്റുകൾ സേവ് ചെയ്യുന്ന സംവിധാനം വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ നമ്പറുകൾ ഒരുപാട് പേരുടേത് ഓർമ്മിച്ച് വെച്ചിട്ട് ഓർത്ത് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് നല്ലൊരു എക്സർസൈസ് ആയിരുന്നു. അതെ, ഓർമ്മശക്തി നല്ലൊരു എക്സർസൈസ് തന്നെയാണ്. പക്ഷേ ഒരുപാട് ഓർമ്മകൾ അല്ലെങ്കിൽ ഒരുപാട് മെമ്മറീസ് നമ്മൾ അനാവശ്യമായിട്ട് ഇൻഫർമേഷനായിട്ട് സേവ് ചെയ്താൽ നമുക്കത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇൻഫർമേഷൻ സേവ് ചെയ്യാൻ നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ നമ്മുടെ ഒരു ബ്രെയിനായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് തലച്ചോറിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ അതിന് കൊഗ്നിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, ചിന്തിച്ച് വിവേചന ബുദ്ധിയോട് കൂടി തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കിട്ടുന്ന ആശയങ്ങൾ അപ്പോൾ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ വോയിസ് നോട്ടാക്കി വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തലച്ചോറിന് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും പറ്റും, നമ്മൾ മറന്നു പോകുമെന്നുള്ള പേടി മാറ്റാനും പറ്റും. നമ്മൾ കുറിച്ചെടുക്കുന്ന ആശയങ്ങൾ ഒരു ഡിജിറ്റൽ നോട്ട്ബുക്കിൽ കുന്നുകൂടുകയാണെങ്കിൽ അതും ഒരു തരത്തിൽ ചവറ്റുകുട്ടയായി മാറും. ഞാനിപ്പോൾ നോട്ടൊക്കെ എടുക്കുന്നു, ഒരുപാട് നോട്ടുണ്ട്, പിന്നെ അത് നമുക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നില്ല. അതുകൊണ്ട് നോട്ടുകളെ കൃത്യമായ രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ഇതിനായിട്ട് പ്രോഗ്രസീവ് സമ്മറൈസേഷൻ എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിക്കാം. നിങ്ങളൊരു നോട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് വീണ്ടും വായിച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകങ്ങൾ ബോൾഡാക്കി വെക്കണം, അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യണം. വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞ് ആ ബോൾഡ് ചെയ്ത വാചകങ്ങൾ മാത്രം വായിച്ച് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ആകെയുള്ള ആ നോട്ടിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം 1-2 വാക്കുകളിലായിട്ട് ഈ ലൈൻസിൻ്റെ മുകളിൽ എഴുതി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു നോട്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ ഈ വലിച്ചു വാരി എഴുതുന്നതിന് പകരം പ്രിസൈസായിട്ട് എഴുതി വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ വഴികളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു അവസാന ഘട്ടത്തിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. നമ്മൾ കുറിച്ച് വെച്ചിരിക്കുന്ന ആശയങ്ങളെല്ലാം വെറുതെ ഫോൾഡറുകളിൽ സൂക്ഷിക്കുന്നതിന് പകരം അവയെ പരസ്പരം കണക്ട് ചെയ്യുക, മാലമുത്ത് പോലെ കണക്ട് ചെയ്യുക. ഇതിനെ സെറ്റിൽ കാസ്റ്റൺ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഈ രീതിയുടെ അടിസ്ഥാനം 2 കാര്യങ്ങളിലാണ്. ഒന്നാമതായി, ഒരു നോട്ടിൽ ഒരൊറ്റ ആശയം മാത്രമായി എഴുതുക. രണ്ടാമതായി, ഓരോ പുതിയ നോട്ടിനെയും നിങ്ങളുടെ സിസ്റ്റത്തിലെ പഴയ നോട്ടുകളുമായിട്ട് ലിങ്ക് ചെയ്യുക. സോ അങ്ങനെ വരുന്ന സമയത്ത് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നോട്ട് വരും. അതായത് ഒരു കാര്യം അതിന് എങ്ങനെയെങ്കിലും നമുക്ക് ആൾറെഡി അറിയാമെന്നുള്ള കാര്യമായിട്ട് കണക്ട് ചെയ്യുക. ചിലപ്പോൾ അത് ഒരു വിധത്തിലും കണക്റ്റ് ആവാത്തതുമായിരിക്കും, പക്ഷേ നമ്മൾ അതിനെയും സംഭവം കണക്റ്റ് ആകാത്തത് എന്നുള്ള രീതിയിലെങ്കിലും നമ്മൾ ഒരു രീതിയിൽ അതിനെ ബന്ധിപ്പിക്കുക. സോ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് അടുത്ത കാര്യം, അതിൽ നിന്ന് അടുത്ത കാര്യം, അതിൽ നിന്ന് അടുത്ത കാര്യം, അങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ച ഒരു വല പോലെ ഇരിക്കും. അതിനെയാണ് സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതായത് പല ആശയങ്ങൾ തമ്മിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ബന്ധം കണ്ടെത്തണം. അതിന് കുറച്ച് സമയമെടുക്കും, പക്ഷേ ആ ബന്ധം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. ഈ സ്റ്റോറി പോലെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് ബ്ലാങ്കായിട്ടുള്ള കാര്യത്തിൽ നിന്ന് പെട്ടെന്ന് ഓർമ്മിക്കാതെ നമുക്ക് അറിയാവുന്ന കാര്യത്തിൽ നിന്ന് അടുത്തതിലേക്ക്, അതിൽ നിന്ന് അടുത്തതിലേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വലിയ ജ്ഞാനം നേടാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കാര്യം. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ വഴികളൊക്കെ പിന്തുടരുന്നത്? വെറുതെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കാൻ ഇത്രയും നമ്മൾ കഷ്ടപ്പെടണം? സത്യത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് കേവലം ഇൻഫർമേഷൻ നേടുക എന്നതിനപ്പുറം നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന കാര്യമാണ്, പക്ഷേ അതെങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ജ്ഞാനം അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത്. വിഖ്യാതനായിട്ടുള്ള ഇൻവെസ്റ്ററായിട്ടുള്ള ചാർലി മങ്കർ
ദ ലാറ്റിസ് വർക്ക് ഓഫ് മെൻ്റൽ മോഡൽസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മെൻ്റൽ മോഡൽസ്, അതായത് ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആശയങ്ങളെയാണ് മെൻ്റൽ മോഡൽസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സാമ്പത്തിക ശാസ്ത്രം, ബയോളജി, സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ. ഒന്നോ രണ്ടോ ആശയങ്ങൾ മാത്രം കയ്യിലുള്ള ഒരാൾ കയ്യിൽ ചുറ്റിക മാത്രമുള്ള ഒരാളെ പോലെയാണ്. അയാൾക്ക് എല്ലാ പ്രശ്നവും ഒരാണി പോലെ ഒരേ രീതിയിൽ അടിച്ചൊതുക്കാൻ തോന്നും. എന്നാൽ പല വിഷയങ്ങളിൽ നിന്നുമുള്ള നൂറുകണക്കിന് ആശയങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് ഒരു പ്രശ്നത്തെ പല ആംഗിളിൽ, പല പെർസ്പെക്റ്റീവിൽ നോക്കി കാണാൻ പറ്റും. ഇതാണ് സത്യത്തിൽ എക്സാക്ട്ലി നമ്മുടെ നോളജ്, അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. സോ ഫലപ്രദമായിട്ടുള്ളൊരു റീഡിങ്ങിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അതാണ്. നിങ്ങൾ വായിക്കുന്ന ഓരോ പുസ്തകവും നിങ്ങളുടെ ഈ ഒരു മെൻ്റൽ മോഡൽസിൻ്റെ വലയിലേക്ക് നമ്മൾ പുതിയ പുതിയ കണ്ണുകളായിട്ട് ചേർക്കുകയാണ്. ജീവിതത്തിലുടനീളം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷൻസ് നമുക്ക് നോളജായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവും. അതുകൊണ്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെറുതെ തുണ്ടുകൾ പോലെ ശേഖരിച്ച് വയ്ക്കലല്ല, അവയെ പരസ്പരം ബന്ധിപ്പിച്ച് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയൊരു നെറ്റ്വർക്കിൻ്റെ ലോകം നമ്മുടെ മനസ്സിൽ നമ്മൾ പണിഞ്ഞെടുക്കണം. അങ്ങനെയാണ് ലോകത്ത് പുതിയ ചിന്തകൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമുക്ക് നല്ല തീരുമാനങ്ങളും വെല്ലുവിളികളെയും ഒക്കെ അതിജീവിക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സംസാര രീതിയെയും ജീവിതത്തെയും അത് സമ്പന്നമാക്കും. നോളജ് ഈസ് പവർ. ഈ ഒരു സിസ്റ്റം നമ്മളെ വായന എന്ന് പറയുന്നത് ഒരു ഹോബിയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പടുത്തുയർത്തുന്ന ഒരു പ്രൊജക്ടറാക്കി മാറ്റും. ഇതിന് കുറച്ച് കഷ്ടപ്പാട് ആവശ്യമാണ്. പക്ഷേ അതിലൂടെ കിട്ടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. നിങ്ങൾ ചുമ്മാ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിലുപരി അറിവ് നിർമ്മിക്കുകയും നോളജ് നേടുകയും അത് ബുദ്ധിപരമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുന്നുണ്ട്. അത് ഏതൊരാളും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൂപ്പർ പവറാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളിൽ ആക്റ്റീവ് റീകോൾ പോലെയുള്ള ഒരു കാര്യം വെറുതെ പരീക്ഷിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. സോ ഈ ടെക്നിക്കുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് മുൻപേ അറിയാമെന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് വഴി ഫോളോ ചെയ്യാനുള്ളൊരു ഗൈഡ് താഴെ ഞാൻ ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടി വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ അടുത്ത തവണ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.